കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശരി, ആളുടെ പേരെങ്കിലും അറിയാമോ? പേര് പറഞ്ഞൂടാ. ആളെ എനിക്ക് നല്ല മുഖപരിചയമുണ്ട്. ഈ പരിസരത്ത് എവിടെയോ ഉള്ളതാണ്. അവനെ ഞാൻ തന്നെ തപ്പിയെടുത്ത് വീഡിയോ കൊണ്ടുതരും. ശരി, ആളെ എപ്പ എവിടെ വെച്ച് കണ്ടാലും ആ നിമിഷം എന്നെ വിളിച്ച് പറയണം. അറിയിച്ചോളാമേ. അടുത്ത വള്ളിക്കെട്ടായല്ലോ, ഇനി അതെങ്ങനെ തടയും? അതെ, ഈ ഫോട്ടോസ് ഞാൻ അങ്ങ് എടുക്കുക. ബാക്കിയുള്ളത് ആൽബം ആക്കിയിട്ട് അറിയിച്ചാൽ മതി. എന്നാ ശരി. ശരി. അതെ, ഫോട്ടോ എടുക്കണ്ടായിരുന്നോ? ഞാൻ മറ്റുള്ളവരും കൂടെ കൂട്ടി വരാം. അയ്യോ, വന്നതും പോയി. ആ വർക്കും പോയി ഗുരു. നമ്മൾ ഉടായിപ്പാണെന്ന് അവർക്ക് മനസ്സിലായി തോന്നുന്നു. അല്ല, ഗുരു എന്ത് പണിയാ കാണിച്ചത്? ഈ പെണ്ണുങ്ങളുടെ മുന്നിലൊക്കെ ഇങ്ങനെ താണു കണ്ട് തൊഴാൻ പാടുണ്ടോ? എന്ത് വന്നാലും നെഞ്ചും വിരിച്ച് നേടണമെന്നല്ലേ ഗുരു പറയാറുള്ളത്? എന്താ ഗുരു? കുഞ്ഞി അയ്യോ, ചെയ്യാറുണ്ടോടാ? എന്റെ ദൈവമേ, പാടാ ഗുരു. എടാ, നിന്നെ ചുമന്ന് കിടന്ന അവസ്ഥയാടാ ഞാൻ. പിരിക്കാൻ എന്റെ നെഞ്ചില്ല. തൃപ്തിയായ സാറിന്റെ വീട്ടുപടിക്കൽ നിൽക്കുക. വീട്ടുപടിക്കാൻ നിൽക്കുന്നോ? സാറിന്റെ അമ്മ പറഞ്ഞു വീടിനകത്ത് കയറണ്ടാന്ന്. എടോ, അമ്മ ചിലപ്പോ ഒരു ദേശത്തി അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും. എടോ, ഇയാളത്ര സില്ലി ആവല്ലേ. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഫ്രീ ആകുമ്പോ അങ്ങോട്ട് വിളിക്കാം. താൻ ഫോണൊന്ന് വെച്ചേ. എടോ, താനിപ്പോഴും ഞാൻ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നല്ലേ. എടോ, തന്നോട് ഞാൻ അകത്ത് കയറി പോവാനല്ലേ പറഞ്ഞേ? കയറണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറി ചെന്നാ സാറിന്റെ അമ്മ വെട്ടുകത്തി എടുത്ത് എന്നെ വെട്ടിയാ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ സ്ത്രീ വിറകുകൊള്ളി എടുത്ത് എന്റെ മുട്ടുകാല് തല്ലി ഒടിച്ചാലോ? എടോ ശാരിക, അതിശയോക്തി അല്ല, അതിനേക്കാൾ മോശമായിട്ടൊക്കെ അവരെന്നോട് പെരുമാറിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ പെരുമാറിയതാടി? അമ്മ ഒന്ന് സമാധാനപ്പെടും. ഞാൻ സംസാരിച്ചോണ്ട് നിൽക്കുമല്ലേ. രാവിലെ കോളേജിലേക്ക് ഇറങ്ങി പോകുന്ന സാർ ഇതൊന്നും അറിയുന്നില്ല. കുട്ടികളും അധ്യാപകരും അവർക്കിടയിലെ കളി തമാശകളും ഒക്കെ ആയിട്ട് സാറിന് വേറൊരു ലോകമുണ്ട്. പക്ഷെ ഈ വീടും ഇവിടുത്തെ അടുക്കളയും മാത്രമേ എനിക്കുള്ളൂ. അവിടെ കിടന്ന് മാട് പോലെ പണിയെടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ടും ഒരു അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന പ്രതീതിയാണ്. വീടും കൂടിയും മലവെള്ളത്തിൽ ഒലിച്ചു പോയിട്ട് കരുണയും തല ചായ്ക്കാൻ ഒരിടവും യാചിച്ച് അറിയിക്കാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ടതുപോലെ എനിക്കൊരു പരാതി പറയാൻ പോലുള്ള അവകാശവും ഇല്ല. പറഞ്ഞാലും അത് കേൾക്കാൻ സാറിന് പോലും സമയമില്ല. എടോ ശാരിക, ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കുട്ടികളുടെ ബാഗും ടിഫിൻ ബോക്സും ഒക്കെ പോലീസും എക്സൈസും ചേർന്ന് പരിശോധിക്കുക. എന്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ 1-2 പേരുടെ ബാഗിൽ നിന്ന് കിട്ടി.
നല്ല ഒന്നന്തരം മയക്കുമരുന്ന്. അവരെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടത് ആരാ? ഞാനാ. സാറിനെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല സാർ. ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വല്ലപ്പോഴും സാറിന് അറിഞ്ഞിരിക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. എന്റെ അമ്മ എന്തോ ഇതൊക്കെ? ഓ, അവളൊന്ന് കണ്ണു നിറച്ചു കാണിച്ചപ്പോ അവന്റെ കരളലിഞ്ഞു പോയല്ലോ. എടാ, അവളുടെ തോന്നിയാസം ഒന്നും ഇവിടെ പറ്റത്തില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചെന്നാ? ഞാൻ പോണ്ടാന്ന് പറഞ്ഞെടുത്ത് നീ പോയി. അത് തന്നെ തോന്നിയാസം. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ ഇത് കൊള്ള സങ്കേതത്തിലേക്കോ കള്ളന്മാർക്ക് നടുവിലേക്കോ ആണ് പോയതെന്ന്. ഞാൻ പോയത് എന്റെ അമ്മയുടെ അടുത്തേക്കാ. ഞാൻ പോകണ്ടെന്ന് പറയുന്നിടത്തേക്ക് നീ പോകുന്നു. പിന്നെ നീ എങ്ങോട്ട് പോകുന്നെന്നൊന്നും ഞാൻ അന്വേഷിക്കണ്ടല്ലോ. കൊള്ളയോ കൊലയോ വേറെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ആർക്കറിയാം? കൊള്ളരുതാഴൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. സാറേ ഒന്നുകൂടെ പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. എടോ താൻ ഞാൻ സാറൊന്ന് ചുമ്മാ ഇരിക്കും. കേട്ടില്ലടാ, നിന്റെ കെട്ടിയോളെന്നെ അടിക്കുമെന്ന്. തൃപ്തിയായടാ, തൃപ്തിയായി. എടോ ശാരിക പ്ലീസ്, അല്പം മനസമാധാനം വേണം. താനൂടെ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ? ഞാനാണോ സാറിന്റെ മനസ്സമാധാനം നശിപ്പിക്കുന്നത്? സാറല്ലേ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. അമ്മയ്ക്ക് വയ്യഞ്ഞിട്ടല്ലേ കുറച്ചു ദിവസം ഞാൻ അവിടെ നിന്നത്. അറ്റാക്ക് വന്നപ്പോ ഇതേപോലെ വയ്യാതെ കിടന്നതല്ലേ ഇവരും. ഞാനല്ലേ അന്ന് ഇവരുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയത്. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഒരു പകല് മുഴുവൻ ഇവരെന്നെ പൊരി വെയിലത്ത് നിർത്തിയിരിക്കുന്നു. കണ്ണിമ ചിമ്മാതെ ഇവർക്ക് കാവലിരുന്നതിനുള്ള ശിക്ഷ. എന്നിട്ടിപ്പോ ഞാൻ സാറിന്റെ മനസ്സമാധാനം നശിപ്പിച്ചെന്നല്ലേ? നിന്നോട് ആര് പറഞ്ഞടി എനിക്ക് കാവലിരിക്കാൻ? നീ പോയി നിന്റെ അമ്മയുടെ ചിറകിനടി തന്നെ ഇരുന്നോടി. കമഴ്ന്ന് കിടക്കുന്ന പ്ലാവില മലർത്തി വെക്കാൻ പെൺമക്കളുടെ സഹായം വേണ്ട അമ്മമാരെ ആരെ കെട്ടിച്ചു വിടരുത്. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, ആ അത് തന്നെ എന്റെ തീരുമാനം. അമ്മയുടെ അടുത്തേക്ക് തന്നെ മടങ്ങി പോവാൻ. കഴുത്തിൽ ഈ താലിമാലയിട്ട് ഇവിടെ വന്ന് കുറെ നാൾ താമസിച്ച്. അതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാ നിങ്ങളെ നോക്കിയതോ ഇവിടെ കിടന്ന് മാട് പോലെ പണിയെടുത്തതൊക്കെ ഏതെങ്കിലും മുൻജന്മ പാപത്തിന്റെ കടം തീർത്തതായി ഞാൻ കരുതിക്കോളാം. തിരിച്ചു ചെന്നാ എന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ എന്റെ അമ്മ. എന്നാലും കൊണ്ട് ചെല്ലടി. നീ പേടിപ്പിക്കുന്നോ എന്നെ? പറഞ്ഞല്ലോ, പോകാൻ തന്നെയാ തീരുമാനം. എനിക്ക് അകത്തേക്കൊന്ന് കയറണം. എന്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അതിന് സാറിന്റെ അനുവാദം വേണം. ശാരിക, സാറുള്ളപ്പോ പറഞ്ഞിട്ട് പോവാനാ ഞാൻ ഇത്രയും നേരം കാത്തു നിന്ന്. എന്നോട് ക്ഷമിക്കണം സാറ്. ചെല്ലടി, നിന്റെ വീട്ടിലേക്ക് തന്നെ ചെല്ലു. നീ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ പോന്നെങ്കി പോട്ടടാ. ഇതിലും കൊള്ളാവുന്ന 1000 പെണ്ണുങ്ങളെ കിട്ടും നിനക്ക്. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. അമ്മയായിപ്പോയി. എന്തോ എന്നോട് തറുതല പറയുന്നതും വെല്ലുവിളിക്കുന്നതൊക്കെ കേട്ടിട്ടും നീ ഇപ്പോഴും അവളുടെ പക്ഷത്തല്ലേ? അത് അമ്മയായിട്ട് എന്നെ പറയിച്ചല്ലേ അമ്മേ? ഇത്രയും കാലം വായി കമ്പിട്ട് ഊത്തി അവള് മിണ്ടുവായിരുന്നോ? ആളെ മുട്ടിയ ചേരാൻ കടിക്കും അമ്മേ. ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ശാരിക ഇവിടുന്ന് ഇറങ്ങിയ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. എടാ അതിന് വിജയ്, അവൾ പോന്നെങ്കി പോട്ട കൃഷി കുടിച്ചേട്ടാ. കഴുത്തിന് ഉറ്റി നാവുമായിട്ട് നിന്ന് അലക്കുന്ന കേട്ടില്ലേ? എടി, അവള് പോകുന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നം, അവൻ പോകുന്നതാ.
പെണ്ണിനെ അസ്ഥിയിൽ പിടിച്ചിരിക്കാവന്. അവള് പോയാ അവനും പിന്നാലെ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവൻ മാത്രമല്ല, മാസാമാസം നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവന്റെ ശമ്പളം കൂടിയാ പടിയിറങ്ങി പോകുന്നത്. അത് 1-2 രൂപയാണാ. അതിന്റെ കൂടെ 10,000-50,000 ഒക്കെ മെസ്സ് നടത്തി അവളും സമ്പാദിക്കുന്നുണ്ട്. ആ കാശും പോയാ ഹൃദയത്തിന് അസുഖമെന്നും പറഞ്ഞ് പിന്നെ ചാരുകസേരെ കിടക്കാൻ പറ്റത്തില്ല. അടുക്കളയിൽ കയറി മേലനങ്ങി പടിയെടുക്കേണ്ടി വരും. ദേ, ഇനി തക്കല പോയി വെട്ടാനും കിളയ്ക്കാനൊന്നും എന്നെ കൊണ്ടാവത്തില്ല. ആ, പ്രായമായി വരിക. കുഴപ്പമായോ കൃഷ്ണൻകുട്ടി ചേട്ടാ? കുഴപ്പമായെന്നല്ല, ആക്കി. അത് നീ. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇത് കൈവിട്ട കളിയാണെന്ന്. എടി, വളയ്ക്കാനേ പാടുള്ളൂ, ഓടിക്കാൻ പാടില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? വഴിയൊക്കെ ഉണ്ട്. പക്ഷേ നിന്റെ ഈ നീളമുള്ള നാക്ക് വായിലിട്ട് പൂട്ടിയേക്കണം. ഞാൻ എന്തു പറഞ്ഞാലും കമാന്നൊരക്ഷരം മിണ്ടരുത്. എല്ലാം സമ്മതിച്ചതുപോലെ തല കുലുക്കിക്കൊണ്ടങ്ങ് നിന്നേച്ചാ മതി. ഞാൻ ഇറങ്ങുന്നു. ഓട്ടോ കിട്ടുന്ന സ്ഥലത്ത് എന്നെ വിട്ടിരുന്നേ വലിയ ഉപകാരമായിരുന്നു. അല്ല മോളെ, നീ ഇതെന്ത് ഭാവിച്ചാ? ഇറങ്ങി പോവാൻ സാറിന്റെ അമ്മ പറയുന്നത് അമ്മാവന് കേട്ടതല്ലേ? ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നാണല്ലോ ഇവിടുത്തെ കുഴപ്പം. ഞാൻ അനുസരിക്കുന്നു. അവൾ എന്തെങ്കിലും വിടുവായത്തം പറഞ്ഞു എന്ന് കരുതി ഉടനെ നീ കെട്ടിപ്പൂട്ടി ഇറങ്ങുക. ഇങ്ങി വന്നേടി. വരാൻ. ദേ, നിന്നോട് ഇവിടെ കേറണ്ടെന്ന് പറഞ്ഞത് ഇവക്ക് പറ്റിയൊരു നാക്ക് പിഴയാണ്. ഒറ്റ ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു. ഇനി അത് പിൻവലിക്കാൻ പറ്റുമോ? നീയാണെങ്കിൽ അതേ പിടിച്ച് അങ്ങ് തൂങ്ങുകയും ചെയ്തു. ഒറ്റ ദേഷ്യത്തിനല്ല, ഞാൻ സാറിനെ ഫോൺ ചെയ്തപ്പോഴും ഇവരെന്നോട് ചാടിക്കടിക്കാൻ വന്നു. ഇവര് പറയുന്നത് രാജീവ് സാർ അനുസരിക്കുമെന്നും ഇവരുടെ മൂക്ക് ചെത്താൻ നോക്കണ്ടെന്നും പറഞ്ഞു. എല്ലാരും ഇങ്ങനെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞാ എന്തോ ചെയ്യും? ഒരു കുടുംബമാകുമ്പോ വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടായെന്നിരിക്കും. ഉടനെ ബാഗ് എടുത്തോണ്ട് ഇറങ്ങാൻ വേണ്ടത്. പിന്നെ ഞാൻ എന്താ വേണ്ടതെന്ന് അമ്മാവൻ പറയും. നീ ആ ബാഗ് അകത്തോണ്ട് വയ്ക്ക്, എന്നിട്ട് പഴയതുപോലെ ഇവിടെ ജീവിക്കാൻ നോക്ക്. നിങ്ങളുടെ അടിമയായിട്ടല്ലേ? അതിനെനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. സംഭവിച്ചു പോയതിനൊക്കെ ഇവക്ക് പശ്ചാത്താപമുണ്ട്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വാക്കും തന്നു. ഇത്രയും നേരം സംസാരിച്ചത് അമ്മാവ് മാത്രം. ഇവരുടെ നാവീന്ന് എനിക്കിത് നേരിട്ട് കേൾക്കണം. വിജയേ, വിജയേ, എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു തെറ്റുണ്ടാവാതെ ഞാൻ നോക്കാം. കേട്ടല്ലോ. ഇനി ആ ബാഗ് തന്നെ അമ്മാവ് മുറി കൊണ്ടുപോയി വെക്കാം. വാ വിജയേ. വിജയേ, നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ?
ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതിയെടുത്ത് നീ ജയിച്ചു തുടങ്ങുക ശാരികെ. വിജയലക്ഷ്മി, ഇപ്പൊ കുനിഞ്ഞ നിങ്ങളുടെ തല ഇനി ജീവിതത്തിൽ ഒരിക്കലും നിവരാൻ ശാരിക സമ്മതിക്കില്ല. പൊന്നി വയ്ക്കോ. തോറ്റുപോയി അല്ലേ? എന്നാൽ അങ്ങനൊരു വിചാരം വേണ്ട. സത്യം അതിനെ തേടി പോകുമ്പോൾ ചിലപ്പോൾ പിടിയൊന്നും വരില്ല. പക്ഷെ എന്നായാലും അത് നമ്മുടെ പിന്നാലെ വന്നു തന്നെ പിടിതരും. സത്യത്തിന് മറന്നിരിക്കാനാവില്ല മോളെ. ക്ലീറ്റസ് എടുത്ത ഫോട്ടോകളിൽ ഒന്നുപോലും സുസ്മിതയ്ക്ക് നേരെ തെളിവായില്ല അച്ഛാ. പിന്നെ ഒരു വീഡിയോ ഉണ്ട്, അത് ഏതോ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അത് ആരുടെയോ കയ്യിലാ. ആ പായസത്തിൽ വിഷം ചേർത്ത സുസ്മിതയാണെന്ന് നമുക്കറിയാം. അതിന് വേറെ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം വിഷ്ണുവല്ലേ? അതിനേക്കാളേറെ ഒരു പ്രശ്നവുമായി എന്റെ ഭാമയും. മോളെ, അച്ഛനെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് അറിയോ മോൾക്ക്? ഭാമ നമ്മുടെ മനസ്സ് നിരക്കാത്ത പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അച്ഛനെന്താ ഇങ്ങനെ നിശബ്ദനായിരിക്കുന്നെന്ന് ആലോചിച്ചിട്ടില്ലേ? ശരീരത്തിനൊപ്പം മനസ്സും ഈ വീൽ ചെയറിലേക്ക് വീണുപോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അതൊന്നും ആരുടെയും കുറ്റമല്ല. ആരും അങ്ങനെയൊക്കെ വിചാരിച്ചു പോവും. വായിൽ വെള്ളിക്കരണ്ടിയായിട്ടൊക്കെ പെറുക്കാന്ന് പറയില്ലേ? അക്ഷരാർത്ഥത്തിൽ അങ്ങനൊരു ധനാഢ്യ കുടുംബത്തിലാ ഭാമ പിറന്നതേ. ആഗ്രഹിക്കുന്ന എല്ലാം കയ്യെത്തും ദൂരത്ത്. ഇഷ്ടപ്പെട്ട കളിക്കോപ്പുകൾ, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, എല്ലാം എല്ലാം. അതിനിടയിൽ മനസ്സിലെപ്പോഴോ പൊട്ടി വീണൊരു പ്രണയം. അങ്ങനെ ഇടത്തരക്കാരനായ രാഘവൻ നായർ ഭാമയുടെ കഴുത്തിൽ താലി ചാർത്തി. ഭാമയുടെ അച്ഛൻ്റെ ബിസിനസ് മുഴുവൻ ദുബായിലായിരുന്നു. ഞങ്ങളുടെ കല്യാണശേഷം ഒരു നാൾ ദുബായിൽ നിന്ന് മടങ്ങുമ്പോൾ അച്ഛൻ്റെ ബാഗിൽ നിന്ന് പിടികൂടിയ ഏതാനും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. അതെല്ലാവരുടെയും ജീവിതം തകിടം മറിച്ചു. എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ദാഹിച്ച ബിസിനസ് പങ്കാളിയുടെ ചതി. അതൊക്കെ വെളിവായത് പിന്നീടാ. അതിനിടയിൽ അറസ്റ്റ്, ചോദ്യം ചെയ്യൽ, തടവ്. അങ്ങനെ കുറ്റക്കാരനല്ലാന്ന് കോടതി വിധിക്കുമ്പോഴേക്കും ഒരുപാട് അങ്ങ് വൈകിപ്പോയിരുന്നു. കുറ്റമുക്തനായ അച്ഛനെ കാത്ത സബ് ജയിലിന് മുന്നിൽ നിന്ന് ഞങ്ങളെ മുന്നിലേക്ക് എത്തിയത് വെള്ള പുതപ്പിച്ച ഒരു ശരീരമാ. ഹൃദ്രോഗബാധിതനായിരുന്നു അച്ഛൻ. ജയിലിൽ വേണ്ട ചികിത്സയൊന്നും ലഭിച്ചില്ല. വെള്ള പുതപ്പിച്ച ആ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഭാമയെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്.